ഹേ സിനിഫൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് സിനിമ വാർത്തകളുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റാണ് നമ്മുടെ സർവം മായ. അപ്പോൾ നിവിൻ പോളിയുടെ ഒരു കംബാക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രമാണ്. സിനിമ അങ്ങനെ അടുത്ത മാസം ഡിസംബർ 25 റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു കിടിലൻ കോമഡി എൻ്റർടൈൻമെൻറ്റ് തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ ഈ കാണുന്ന ഒരു പോസ്റ്റർ ഇട്ടിട്ടാണ് അവർ ഡേറ്റ് കൺഫേം ചെയ്തിരിക്കുന്നത്. നമ്മുടെ സിനിമാ പ്രേമികളെ ആകെ നിരാശപ്പെടുത്തിയൊരു വാർത്തയാണ് നമ്മുടെ കളങ്കാവൽ എന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിവെച്ചത്. സിനിമ 27 അടുത്ത ആഴ്ച റിലീസ് ചെയ്യുന്നതായിരുന്നു. പക്ഷേ OTT റൈറ്റ്സൊക്കെ വിറ്റ് പോയിട്ടില്ല എന്ന വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. അവർ ഒഫീഷ്യലായിട്ട് ഈ പോസ്റ്റർ ഇട്ടിട്ടുണ്ട് വൈകും എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ വർഷം ഇനി കളങ്കാവൽ ഉണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ്. പുതിയ ഡേറ്റ് അവർ അനൗൺസ് ചെയ്യും. പക്ഷേ ഒരു കാൽക്കുലേഷൻ വെച്ച് ഈ വർഷം ഇറങ്ങാൻ ചാൻസ് ഇല്ല. കാരണം ഡിസംബർ ആദ്യ ആഴ്ചയിടാണെങ്കിൽ ഇലക്ഷൻ്റെ ടൈമാണ്. പിന്നുള്ളത് നമ്മുടെ ബബ്ബ, പിന്നെ അങ്ങനത്തെ കുറേ സിനിമകളുണ്ട്. പിന്നെ നിവിൻ പോളിയുടെ ചിത്രം അങ്ങനെ. അപ്പോൾ ഒരിക്കലും കളങ്കാവൽ അവിടെ റിലീസ് ചെയ്യാൻ ചാൻസ് കുറവാണ്. പിന്നെ ജാനുവരിയിലായ നമ്മുടെ വിജയുടെ സിനിമയും വരുന്നുണ്ട്. 2 ആഴ്ച അങ്ങനെ പോകും. അപ്പോൾ ജാനുവരിയിൽ ഇനി ലാസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ മിക്കവാറും പടം അടുത്ത വർഷം റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് വൻ നിരാശയായി പോയി. കാരണം ഈ വർഷത്തെ ഒരു മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി തന്നെയായിരുന്നു നമ്മുടെ കളങ്കാവൽ. അടുത്ത നമ്മുടെ ബബ്ബയുടെ അപ്ഡേറ്റാണ്. സിനിമ അടുത്ത മാസം 18 റിലീസ് ചെയ്യുന്നതാണ് അവർ ഉറപ്പിച്ചിട്ട് ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. കിടിലൻ പോസ്റ്റർ തന്നെയാണ്. നമ്മുടെ ഗില്ലി റെഫറൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഈ പോസ്റ്റർ തന്നെ വൻ ഡീറ്റെയിൽ ഉണ്ട്. പിന്നെ ലോഡ് അവിടെ മിക്കവാറും നമ്മുടെ മോഹൻലാൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും സിനിമ പൊളിക്കട്ടെ. അപ്പോൾ നമുക്ക് ബബ്ബയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. പിന്നെ ബബ്ബയുടെ വേറെ അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ ബബ്ബയുടെ മ്യൂസിക് ഡയറക്ടർ മാറിയിരിക്കുകയാണ്. ഗോപി സുന്ദറാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് നമ്മുടെ ഷാം റഹ്മാനെ മാറ്റിയത് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് പോരാന്നാണ്. അപ്പോൾ എന്തായാലും ഗോപി സുന്ദർ എന്തായാലും പൊളിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ബബ്ബയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നാളെ നവംബർ 21 റിലീസ് ചെയ്യുന്ന ചിത്രമാണല്ലോ എക്കോ. അപ്പോൾ സിനിമയുടെ സർട്ടിഫിക്കറ്റ് വന്നിരിക്കുകയാണ്. UA സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. സിനിമയുടെ ഡ്യൂറേഷൻ വന്നിട്ടുണ്ട് 2 മണിക്കൂർ 7 മിനിറ്റാണ് എക്കോ എന്ന സിനിമയുടെ ഡ്യൂറേഷൻ. നമ്മുടെ ബിഗ് ബോസിലെ ഫിനാലെ ഡേയുടെ TRP റേറ്റിംഗ് വന്നിട്ടുണ്ട്. ഈ ബിഗ് ബോസ് ഇത്രയും സീസണിലെ ഏറ്റവും കൂടിയ TRP ആണ് വന്നിരിക്കുന്നത്. 18.77 ആണ് അന്നത്തെ ദിവസത്തെ നമ്മുടെ ബിഗ് ബോസിൻ്റെ TRP. ഇന്നത്തെ നമ്മുടെ TV-യിലൊക്കെ എല്ലാവരും അത്രയും കാണുന്നുള്ള കാര്യം തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും കിടിലൻ റേറ്റിംഗ് തന്നെയാണ് ഈ നമ്മുടെ TV ഷോയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ദ്രജിത്ത് അഭിനയിക്കുന്ന സിനിമയാണല്ലോ ധീരം. അപ്പോൾ സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഡിസംബർ മാസം 5 സിനിമ റിലീസ് ചെയ്യുന്നത്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ പുതിയ ചിത്രമാണല്ലോ ഡിയർ ജോയ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇതാണ്. അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ കൂടാതെ നമ്മുടെ ഇന്ദ്രൻസ് ഉണ്ട്, അപർണ ദാസ് ഉണ്ട്, അങ്ങനെ കുറേ നമ്മുടെ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ സിനിമ വാർത്തകൾ. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.